നമസ്കാരം. നവീൻ ബാബുവിന്റെ കേസിൽ കേസ് ഡയറി ഹാജരാക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥന് നിർദ്ദേശം നൽകിയിരുന്നുവെങ്കിലും സർക്കാർ അത് ഹാജരാക്കിയിരുന്നില്ല. ഹർജിയിൽ വിശദവാദം കേൾക്കാനായി ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് 12ലേക്ക് മാറ്റുകയാണ് ഇന്നലെ ചെയ്തത്. കേസ് ഡയറി പരിശോധിച്ച് വ്യക്തത വരുത്തുമെന്നും കോടതി പറയുകയുണ്ടായി. കണ്ണൂർ ഏഡിയമായിരുന്ന നവീൻ ബാബുവിന്റെ മരണം സംബന്ധിച്ച അന്വേഷണം ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ന് CBI ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. എന്നാൽ പോലീസ് അന്വേഷണം ശരിയായ ദിശയിലാണ് എന്നും CBI അന്വേഷണം ആവശ്യമില്ല എന്നുമാണ് സർക്കാർ കോടതിയെ അറിയിച്ചത്. കേസ് ഡയറി ഹാജരാക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥന് നിർദ്ദേശം നൽകിയിരുന്നുവെങ്കിലും ഹാജരാക്കിയില്ല. അന്വേഷണത്തിന് CBI തയ്യാറാണോ എന്ന ഹൈക്കോടതിയുടെ ചോദ്യത്തിന് കോടതി ഉത്തരവിട്ടാൽ അന്വേഷണം ഏറ്റെടുക്കാമെന്നായിരുന്നു CBIയുടെ മറുപടി. എന്നാൽ കേസിൽ CBI അന്വേഷണം ആവശ്യമുണ്ടോ എന്നതാണ് ചോദ്യമെന്ന് കോടതി പറഞ്ഞു. നവീന്റെ ദേഹപരിശോധനയിലും ഇൻക്വസ്റ്റിലും പരിക്കുകൾ കണ്ടെത്തിയോ എന്നും കോടതി ചോദിച്ചു. ഇല്ലെന്ന് പ്രോസിക്യൂഷൻ അറിയിച്ചു. തുടർന്നാണ് കേസ് ഡയറി പരിശോധിച്ച് വ്യക്തത തേടാമെന്ന് കോടതി പറഞ്ഞത്. സർക്കാരിനോട് എതിർ സത്യവാങ്മൂലം നൽകാനും കോടതി നിർദ്ദേശിച്ചു. പ്രതിക്ക് രാഷ്ട്രീയ സ്വാധീനമുള്ളത് കൊണ്ട് മാത്രം കേസ് വഴിതെറ്റി എന്ന് പറയാനാകില്ല എന്നും പോലീസ് പക്ഷപാതം കാട്ടുന്നു എന്ന ആരോപണത്തിന് നിലവിൽ തെളിവുകളൊന്നുമില്ല എന്നും കോടതി പറഞ്ഞു. ഉയർന്ന ഉദ്യോഗസ്ഥൻ വേണമെന്ന അഭിപ്രായമുണ്ടോ എന്നും കോടതി ചോദിച്ചു. എന്നാൽ നരഹത്യയടക്കം സംശയിക്കുന്നതിനാൽ തന്നെ CBI അന്വേഷണം വേണമെന്ന വാദത്തിൽ ഹർജിക്കാരി ഉറച്ചു നിന്നു. നവീൻ ബാബുവിനെ കൊലപ്പെടുത്തിയതാണ് എന്ന് സംശയിക്കാൻ കാരണങ്ങളില്ല എന്ന് പ്രത്യേക അന്വേഷണ സംഘം ADM നവീൻ ബാബുവിനെ കൊലപ്പെടുത്തിയതാണ് എന്ന് സംശയിക്കാൻ കാരണങ്ങളില്ല എന്ന് പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ എതിർ സത്യവാങ്മൂലം നൽകി. ഇൻക്വസ്റ്റ് റിപ്പോർട്ട്, പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാരുടെ മൊഴി, സാക്ഷിമൊഴി, സാഹചര്യ തെളിവുകൾ തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിൽ കൊലപാതകമാണ് എന്ന് സംശയം ഉന്നയിക്കാനുള്ള കാരണമില്ല എന്ന് എതിർ സത്യവാങ്മൂലത്തിൽ പറയുന്നു. പ്രതി PP ദിവ്യയുടെയും കളക്ടറുടെയും പ്രശാന്തിന്റെയും കോൾ ഡേറ്റ രേഖകൾ ശേഖരിച്ചു. കൂടാതെ CCTV ദൃശ്യങ്ങളും ശേഖരിച്ചുവെന്നും കണ്ണൂർ ടൗൺ SHO ശ്രീജിത്ത് കോടേരി നൽകിയ എതിർ സത്യവാങ്മൂലത്തിൽ അറിയിച്ചു. ക്രിമിനൽ അന്വേഷണത്തിലെ എല്ലാ മികച്ച രീതികളും പിന്തുടർന്നുകൊണ്ടാണ് അന്വേഷണം നടത്തുന്നത്. പഴുതുകൾ ഒഴിവാക്കാൻ എല്ലാ നടപടികളും സ്വീകരിക്കുന്നുണ്ട്. അന്വേഷണത്തിൽ പുരോഗതിയില്ല എന്ന ആരോപണം തെറ്റാണ്. കൊല ചെയ്ത ശേഷം കെട്ടിത്തൂക്കിയതാണ് എന്ന സാധ്യത തള്ളിക്കളയാനാവില്ല എന്ന ആരോപണം അനുസരിച്ച് അന്വേഷണം നടക്കുന്നുമുണ്ട്. തൂങ്ങി മരണമാണ് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. കൊല ചെയ്ത ശേഷം കെട്ടിത്തൂക്കിയതാണ് എന്ന സംശയവും പറയുന്നില്ല. ഇൻക്വസ്റ്റിൽ ഇതിനുള്ള തെളിവുകൾ കണ്ടെത്താനുമായിട്ടില്ല. കളക്ടറേറ്റ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ നിർണായകമായ തെളിവ് ശേഖരിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം നടപടിയെടുത്തില്ല എന്നും SIT റിപ്പോർട്ട്, കോൾ ഡേറ്റ രേഖകളുടെയും CCTV ദൃശ്യങ്ങളുടെയും വിവരമില്ലാതെ അവ്യക്തമാണ് എന്നുമുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്നും സർക്കാർ വാദിച്ചു. കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ദുരുദ്ദേശമാണ് ഇതിനു പിന്നിലെന്നും സർക്കാർ പറഞ്ഞു. ഇൻക്വസ്റ്റ് സമയം അടുത്ത ബന്ധുക്കളുടെ സാന്നിധ്യം വേണമെന്ന് നിർബന്ധമില്ല. അതേസമയം 5 മണിക്കൂറിനുള്ളിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കണമെന്ന് സർക്കാരിന്റെ നിർദ്ദേശമുണ്ട്. പത്തനംതിട്ടയിൽ നിന്ന് ബന്ധുക്കൾ കണ്ണൂരിലെത്താൻ 12 മണിക്കൂർ സഞ്ചരിക്കണമെന്നതിന്റെ അടിസ്ഥാനത്തിൽ നവീൻ ബാബുവിന്റെ സഹോദരൻ പ്രവീൺ ബാബു കളക്ടറേറ്റ് ഉദ്യോഗസ്ഥനെ ബന്ധപ്പെട്ട് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ നിർദ്ദേശിച്ചിരുന്നുവെന്നും വ്യക്തമാക്കി. സത്യവാങ്മൂലത്തിൽ നിന്ന് സ്വതന്ത്ര സാക്ഷിയുടെയും വിദഗ്ധന്റെയും സാന്നിധ്യത്തിൽ സംഭവ സ്ഥലത്ത് വിശദമായ പരിശോധനയാണ് അന്വേഷണ സംഘം നടത്തിയത്. ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയിട്ടില്ല. നവീൻ ബാബു ഉപയോഗിച്ച 2 ഫോണുകളും കണ്ടെടുത്തിട്ടുണ്ട്. ഇവ ശാസ്ത്രീയ അന്വേഷണത്തിന് ഫോറൻസിക് ലബോറട്ടറിയിലേക്ക് അയച്ചിട്ടുണ്ട്. ഫോണിൽ നിന്നും ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയിട്ടില്ല. കോൾ ഡേറ്റ വിവരങ്ങളടക്കം പരിശോധിച്ചിട്ടുണ്ട്. ആത്മഹത്യാക്കുറിപ്പ് നശിപ്പിച്ചു, ഫോണിലെ വിവരങ്ങൾ നശിപ്പിച്ചു എന്നതെല്ലാം ആരോപണങ്ങൾ മാത്രമാണ്. ഇതിൽ അടിസ്ഥാനമില്ല. പോലീസ് മൃതദേഹത്തിലും മുറിയിലും വിശദമായ പരിശോധന നടത്തിയെങ്കിലും ആത്മഹത്യാക്കുറിപ്പ് ലഭിച്ചില്ല. ഗൂഢാലോചനയുണ്ട് എന്ന സൂചനയുമായി പ്രശാന്തിനെ ബന്ധിപ്പിക്കുന്ന തെളിവുകൾ ലഭിച്ചിട്ടില്ല. നവീൻ ബാബു കളക്ടറേറ്റിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിൽ നിന്നും മുനീശ്വരൻ കോവിലിൽ നിന്നും പോകുന്നതിന്റെ CCTV ദൃശ്യങ്ങളും ശേഖരിച്ചു. നവീൻ ബാബു താമസിച്ചിരുന്നതിന്റെ 30 മീറ്റർ ചുറ്റളവിലുള്ള CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. ക്വാർട്ടേഴ്സ് കാണുന്ന CCTV ദൃശ്യങ്ങൾ ശേഖരിക്കാൻ കഴിഞ്ഞിട്ടില്ല.
എന്നാൽ സമീപത്തെ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. പ്രതി CPM-കാരിയായതിനാൽ സ്വതന്ത്രവും നീതിയുക്തവുമായ അന്വേഷണം നടക്കില്ല എന്ന ആരോപണം തെറ്റാണ്. അതിവേഗത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം നടത്തുന്നത്. നവീൻ ബാബുവിന്റെ സഹോദരൻ നൽകിയ പരാതിയിൽ പ്രശാന്തിനെതിരെ ആരോപണം ഉന്നയിക്കുന്നതല്ലാതെ മറ്റ് വസ്തുതകളൊന്നും തന്നെയില്ല. നവീൻ ബാബു ജോലി ചെയ്ത വകുപ്പിലെ ജീവനക്കാർ മൊഴി നൽകാൻ തയ്യാറായില്ല എന്ന് പറയുന്നത് തെറ്റാണ്. ADM ഇൻചാർജ്, സൂപ്രണ്ട് എന്നിവരുടെ ഉൾപ്പെടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്.